നമസ്കാരം. ആമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഏത് ബോട്ടിലാണ്? ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ കാണാം അല്ലേ? വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വേണം. ഈ കാണുന്ന പോലെ മുറിച്ചെടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു അളവില്ലാതെയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനിയൊരു ബോട്ടിൽ വേണം. ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ വഴിയെ പറയാം കേട്ടോ. ഈ ഒരു വലിയ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ബേസ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്നിട്ട് ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഭിത്തി സെറ്റ് ചെയ്തെടുക്കാം. മേൽക്കൂരയ്ക്ക് ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ലെയർ പറിച്ചു മാറ്റണം. ഇപ്പോൾ റൂഫിൻ്റെ ആ ഒരു ലുക്ക് വന്നില്ലേ? ഇത് പേപ്പർ പൾപ്പാണ് കേട്ടോ. വെറും പേപ്പർ പൾപ്പല്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കുക. അതെടുത്തിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ആ അരച്ച മിശ്രിതം നമ്മൾ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇട്ടിട്ട് വെള്ളം നന്നായി മാറ്റിയെടുക്കാം. ആ മാറ്റിയെടുത്തിരിക്കുന്ന ആ പൾപ്പിലേക്ക് കുറച്ച് കോൺഫ്ലോറും ഫെവിക്കോളും ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. അങ്ങനെ കിട്ടിയതാണ് ഇത്. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം അത് ബോട്ടിലിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പേപ്പർ പൾപ്പ് അപ്ലൈ ചെയ്യുന്നത്. എന്നാലേ ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച വീടിൻ്റെ മുകൾ വശമല്ലേ, അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇനി വാതിലും ജനലും വെക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ മുകളിൽ സജഷൻ എന്ന് പറഞ്ഞു വരുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ക്ലേ കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് വാതിലിൻ്റെയും ജനലിൻ്റെയും ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
റൂഫിൻ്റെ ജോയിൻറ്റിൽ കുറച്ച് ക്ലേ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അലൂമിനിയം കമ്പി വേണം. പിന്നെ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞ കമ്പി ഒരു 10 ലെയറെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടി വെക്കണം. രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ബോട്ടിൽ വെച്ചിട്ട് ഒട്ടിക്കുക. മരത്തിൻ്റെ കൊമ്പായി മാറ്റാനാട്ടോ ഈ കമ്പിയൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചത്. ഇത് നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി പേപ്പർ പൾപ്പാണ്. ഇതുകൊണ്ടാണ് നമ്മൾ മരം ചെയ്തെടുക്കുന്നത്. ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തത് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പേപ്പർ പൾപ്പ് വെക്കുന്നത്. ഈ കമ്പിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. ഫ്രണ്ട് പോർഷൻ മാത്രമല്ല ബാക്കിലേക്കും നമ്മൾ ഈ പൾപ്പ് വെച്ച് കൊടുക്കണം. ഈ കൊമ്പിൻ്റെ മുകളിൽ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കില്ലേ? ഞാൻ കുറച്ച് വാട്ടർമെലൻ്റെ സീഡും ബഡ്സും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ വാട്ടർമെലൻ്റെ സീഡ് വെച്ചിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. എല്ലാ കൊമ്പിലും ഇലകളായിട്ടുണ്ട്. ഇനി ഫ്ലവറിന് വേണ്ടിയിട്ട് നമുക്ക് ബഡ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് മുത്ത് വേണം കേട്ടോ. നടുക്ക് മുത്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലും 3 ഇതളുകളുള്ള ഫ്ലവറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മുത്ത് ഏത് കളറായാലും കുഴപ്പമില്ല. പിന്നീട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് കോണിയാണ് ചെയ്യുന്നത്. നൂലും ഈർക്കിളും ഉപയോഗിച്ചിട്ടാണ് കോണി ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള പേപ്പറാണിത്. ആ വീടിന് ചുറ്റും മതിൽ പോലെ വയ്ക്കാൻ വേണ്ടിയാണ്.
ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. മരത്തിന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. ലീഫിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രം പോരാ, യെല്ലോ ഷെയ്ഡും കൂടെ കൊടുക്കണം. ഇത് എൻ്റെ റെഡ് കളർ തീർന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ ഫ്ലവറിന് കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ പെയിൻറ്റിങ് കഴിയാറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നടുക്ക് വെച്ചിരിക്കുന്ന മുത്തില്ലേ, അതിന് യെല്ലോ കളർ കൊടുക്കണം. ഇനി വീട് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അതിന് ഞാൻ മോള വാട്ടർ കളറാണ് എടുത്തത്. അതിൽ ഈ യെല്ലോ കളറാണ് അടിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം.